Hi friends, welcome back to our channel. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മൈക്രോഗ്രീൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് നടുന്നത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈക്രോഗ്രീൻസ് വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. എങ്ങനെയാണ് മൈക്രോഗ്രീൻസിനെ കുറിച്ച്, അതായത് കുറച്ച് അറിയാനുണ്ടല്ലോ, എങ്ങനെ നടണം, എങ്ങനെ വളർത്തണം, അതൊക്കെ അറിയാം. എന്നിട്ട് ഈ റെസിപ്പീസ് കാണുക. അപ്പോൾ ഇത് ഞാൻ ചെറുപയറെല്ലാം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് മാക്സിമം 5 ദിവസമൊക്കെ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രഷ്നെസ് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു 5 ദിവസമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം നമുക്കിതൊന്ന് ഞാൻ വാഷ് ചെയ്തിട്ടില്ലായിരുന്നു, കട്ട് ചെയ്ത് അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തണ്ടൊക്കെ നമുക്ക് എടുക്കാം, ഒന്നും കളയാനില്ല. തണ്ടും ഇലകളും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ ഇലകളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തോരന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. നോർമൽ തോരൻ വെക്കുന്ന ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇലകളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് തേങ്ങയില്ല, ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക്, അതുപോലെ ഒരു 4-5 ചെറിയുള്ളി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഒതുക്കിയെടുക്കാതെ തേങ്ങ ചിരകി ഇട്ടിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം. ഇപ്പം തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉണക്കമുളകും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ മൈക്രോഗ്രീൻസ് ഇലകൾ പെട്ടെന്ന് കുക്കാവും, അതുകൊണ്ട് നമുക്ക് ആദ്യം തേങ്ങ ഒതുക്കി വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈക്രോഗ്രീൻസിന്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ തേങ്ങ ഒതുക്കിയതിനകത്ത് ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുക്ക് ആയിക്കോളും. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ മൈക്രോഗ്രീൻസിന്റെ പോഷകങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. മൈക്രോഗ്രീൻസ് എപ്പോഴും കുക്ക് ചെയ്യാണ്ട് കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ കഴിക്കുക, പക്ഷെ മൂടി വെക്കാണ്ടിരിക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് റെഡിയാവും. ഇനി ഇതിന്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്, വളരെ എളുപ്പത്തിലും തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കടുകല വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അടുത്തത്. ആദ്യം നമുക്ക് ഈ കടുകലയൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പം കഴുകി നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യണ നിർബന്ധമില്ല, പക്ഷെ കുറച്ചുകൂടി ചെറുതായിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം കടുകല നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടുകലയും മുട്ടയും കൂടി ഇട്ടിട്ട് ചിക്കി എടുക്കുമല്ലോ നമ്മൾ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുകലയും കൂടിയാണ് അതിനകത്ത് ചേർക്കുന്നത്. മുട്ട ചിക്കി എടുക്കുന്നതിനകത്ത് കടുകലയും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ മുട്ടയ്ക്കകത്തോട്ട് ഞാൻ അടിക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇടാമെന്ന് വിചാരിച്ച് മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.5 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് എണ്ണ ആവശ്യമില്ല. ഒലിവ് ഓയിൽ വേണം നിർബന്ധമില്ല, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടുകല ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ പെപ്പർ പൗഡറും ഉപ്പും ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് വിതറിയിട്ട് കൊടുത്താൽ മതി, ഉപ്പും പെപ്പർ പൗഡറും കൂടെ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ ആയിക്കോളും. ആദ്യം നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിന് ശേഷം മാത്രമേ ഇതൊന്ന് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മറ്റ് മൈക്രോഗ്രീൻസുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കടുകിലയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല കയ്പും ഉണ്ടാവും. അപ്പോൾ ന്യൂട്രിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കയ്പൊന്നും കഴിക്കുകയില്ലെന്നൊക്കെ ഉള്ളവർ ഇത് ട്രൈ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ടേസ്റ്റ് മാത്രം നോക്കി കഴിക്കുന്നവരാണെങ്കിൽ ചെറുപയർ, വൻപയർ, കടല ഇതിൻ്റെയൊക്കെ മൈക്രോഗ്രീൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഇറ്റാലിയൻ സീസണിങ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു ചെറിയൊരു ഫ്ലേവറൊക്കെ ആ ഇറ്റാലിയൻ സീസണിങ്ങിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം മൈക്രോഗ്രീൻ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 2 ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മൈക്രോഗ്രീൻസിൻ്റെ ഇലയുണ്ട്. ഇതിപ്പോൾ ചെറുപയർ ഇലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലയുടെ ഇലയോ വൻപയറിൻ്റെ ഇലയോ ഒക്കെ അങ്ങനെ വെറൈറ്റി ഓഫ് മൈക്രോഗ്രീൻസ് എടുക്കാം. അതുപോലെ ഒരു മഷ്റൂമും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ച് അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരൊറ്റ മഷ്റൂം തന്നെ നമുക്ക് ആവശ്യത്തിനുണ്ടാവും. പിന്നെ എടുത്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീസ് ഷീറ്റ് ആണ്. മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത്. അതിലൊരു സ്ലൈസ് മതി നമുക്ക്. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിലും മതി. പിന്നെ മയോണൈസ് ഉണ്ട്. അതുപോലെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാൾട്ടും പെപ്പറും. അത് അത്രയും സാധനങ്ങൾ മതി നമുക്ക് നമ്മുടെ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇതിൽ നമ്മൾ മൈക്രോഗ്രീൻസിൻ്റെ ഇലയും മഷ്റൂമും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഷ്റൂമിനാണ് കുറച്ചുകൂടി ഒരു വേവ് ഉള്ളത്. മൈക്രോഗ്രീൻസ് ജസ്റ്റ് ആ എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും അത് വഴണ്ട് വരും. അതുകൊണ്ട് ആദ്യം മഷ്റൂം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആ എണ്ണയിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് ഇതായ ശേഷം നമുക്ക് മൈക്രോഗ്രീൻസിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്നുകൂടെ സോട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് സാൾട്ടും പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും മൈക്രോഗ്രീൻസ് ഒക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കുക്ക് ചെയ്യാണ്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സാൾട്ടും പെപ്പറും ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് സെയിം പാനിലേക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ആ ഉള്ള ഒലിവലിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവും, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വല്ലാണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. നമ്മൾ വീണ്ടും ഒരു തവണ കൂടി പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പം ഞാനിത് ബ്രെഡ് സ്ലൈസസ് എടുക്കുകയാണ് ഇതിനകത്തുനിന്ന്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞത് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സാൻഡ്വിച്ചിൻ്റെ ആ ഒരു മെത്തേഡിലൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ടേസ്റ്റി ആയിട്ട് കഴിക്കണം എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബ്രെഡ് സ്ലൈസസിലേക്ക് ഒരു സ്ലൈസിലേക്ക് ഞാൻ മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. വെജ് മയോണൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഒരു സ്ലൈസിൽ ഇത് ചേർത്ത് കൊടുക്കുക. ഒരു സ്ലൈസിൽ നമ്മൾ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രണ്ട് സ്ലൈസിലും വ്യത്യാസത്തിലുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മഷ്റൂമും അതുപോലെ മൈക്രോഗ്രീൻസും കൂടെ ഒരു സ്ലൈസിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ചീസ് ഷീറ്റ് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ചീസ് ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ചീസിൻ്റെ ഒക്കെ ആ ഒരു മെൽറ്റായി വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചീസൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കും ചീസ് ഷീറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചീസ് ഷീറ്റ് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ സ്ലൈസ് എടുത്തതിന് മുകളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ വേണേൽ ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റൊക്കെ ചേർക്കാം, ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചീസ് ഷീറ്റൊക്കെ പെട്ടെന്ന് മെൽറ്റായി വന്നോളൂ. 1 മിനിറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് മെൽറ്റാവും. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, അതേസമയം പോഷകഗുണങ്ങളും ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക.
അപ്പോൾ എല്ലാവരും ഈ മൈക്രോഗ്രീൻസ് റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൈക്രോഗ്രീൻസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആദ്യത്തെ വീഡിയോ കാണുക, എന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ്. അതായത് നമ്മൾ വിചാരിക്കും ഇത് ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവില്ല, പോഷകം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, വളരെ ടേസ്റ്റി ആയിട്ടും അതേസമയം പോഷക ഗുണങ്ങളോടും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ ഒത്തിരി എഫോർട്ട് ഒന്നുമില്ല ഇത് വളർത്താനൊന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ.